നമസ്കാരം. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യത്തിനൊപ്പം ഇനി പരസ്യമായി CPM ഉണ്ടാകില്ല. ഇക്കാര്യം പരസ്യമായി തൽക്കാലം പ്രഖ്യാപിക്കുകയുമില്ല. എന്നാൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാലും എത്തില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എത്തിയാലും CPM ഭരണത്തിൽ പങ്കാളിയാകില്ല. CPM എപ്പോഴും അങ്ങനെയാണല്ലോ. ചരിത്രപരമായ വിഡ്ഢിത്തം കാണിച്ചിട്ടുള്ളത് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. ജ്യോതി ബസു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വരെ സാധ്യത തെളിഞ്ഞതായിരുന്നു. അതങ്ങനെ കൂടെയുള്ളവർക്ക് അത് സഹിക്കുമോ? പറ്റില്ല. BJPക്കെതിരായ സംവിധാനം എന്ന നിലയിൽ ആ മുന്നണിയെ പുറത്തുനിന്നും പിന്തുണയ്ക്കും. ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വം കോൺഗ്രസ്സിനായിരിക്കും എന്നതുകൊണ്ടാണ് ഇത്. കോൺഗ്രസ്സിന് ബദലായി മറ്റൊരു സംവിധാനം വരും വരെ CPM ഈ നിലപാട് തുടരും. കോൺഗ്രസ്സിന് ബദലായി മറ്റൊരു സംവിധാനം വരും വരെ, അതേത് കാലത്ത്? ഇപ്പോഴുള്ള സഖാക്കന്മാരുടെ കാലത്തെങ്ങാനും ഉണ്ടാകുമോ? അപ്പോൾ തീർച്ചയായിട്ടും ഈ തരത്തിൽ തന്നെ പോകുമെന്നുള്ള അർത്ഥം. മൻമോഹൻ സിംഗിൻ്റെ ഒന്നാം UPA സർക്കാരിലെ അതേ നിലപാട് തന്നെ CPM ഇനിയും തുടരും. മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന CPMനെ എല്ലാ അർത്ഥത്തിലും ചൊടിപ്പിച്ചു. ഈ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യവുമായി പരസ്യ സഹകരണം വേണ്ടെന്നാണ് CPMൻ്റെ നിലവിലെ നിലപാട്. രഹസ്യബന്ധം ആകാം. കാരണം ഡൽഹിയിൽ സീതാറാം യെച്ചൂരി കഴിയുന്ന എവിടെയാണ്? സോണിയാഗാന്ധിയുടെ അടുക്കളയിലാണ്. അവിടുത്തെ ദേഹണ്ണക്കാരനാണ് സീതാറാം യെച്ചൂരി. പ്രകാശ് കാരാട്ടും എന്താണ്? ഇതൊക്കെയാണ്. ഈ പുങ്കവന്മാരെല്ലാം ഇത്തരത്തിലാണ്. കോൺഗ്രസ്സുകാരുടെ കൂടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. കേരളത്തിൽ മാത്രമാണ് CPMന് അധികാരമുള്ളത്. ഇവിടെ കോൺഗ്രസ്സാണ് പ്രധാന രാഷ്ട്രീയ ശത്രു. ഈ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയിലെ സഹകരണം CPMന് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യ മുന്നണി അധികാരം പിടിച്ചാൽ കേന്ദ്ര സർക്കാരിൽ എങ്ങനെയും പങ്കാളിയാകണമെന്ന ആഗ്രഹം CPMലെ ചിലർക്കുണ്ട്. ബംഗാൾ ഘടകത്തിന് ഇതേ നിലപാട്. ഇതിനിടെയാണ് പിണറായിയെ രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ചത്. ഇതോടെ കേരള നേതൃത്വം കടുത്ത നിലപാടിലെത്തി. പാർട്ടി ജനറൽ സെക്രട്ടറി യെച്ചൂരിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. കേന്ദ്രത്തിൽ താക്കോൽ സ്ഥാനങ്ങൾ വേണ്ടെന്ന നിലപാടിലാണ് കേരളത്തിലെ നേതാക്കൾ. ഇന്ത്യ മുന്നണിയുടെ ഭാരവാഹിത്വങ്ങളിലും CPM ഉണ്ടാകില്ല. പക്ഷേ യെച്ചൂരിയെപ്പോലുള്ള ഒരാൾക്ക് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ അവരുമായി ചുറ്റിപ്പറ്റി നിൽക്കാൻ തന്നെയാണ് താല്പര്യം. അപ്പോൾ പിണറായിയെ ചിലപ്പോൾ തള്ളിക്കളഞ്ഞെന്നും വരാം. BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കേണ്ടത് അനിവാര്യതയാണെന്ന നിലപാടാണ് CPMനും. അതുകൊണ്ട് കടുത്ത നടപടികൾ പരസ്യമായി ഇപ്പോൾ പ്രഖ്യാപിക്കുന്നുമില്ല. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയിലെ അമർഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ സീതാറാം യെച്ചൂരി അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസുമായി ചില അവസരങ്ങളിൽ CPM വേദി പങ്കിട്ടിരുന്നു. അതുൾപ്പെടെ ഇനി ഉണ്ടാകില്ലെന്നാണ് CPM നൽകുന്ന സൂചന. അതേതായാലും നന്നായി.